പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലേക്ക് എത്തുകയാണ്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എത്തുമ്പോൾ തുടക്കത്തിൽ തന്നെ പോർമുഖം തുറന്നിരിക്കുകയാണ് സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ. അതായത് റിയാസിനെ ഒഴിവാക്കി, മരുമകനെ ഒഴിവാക്കിയതുകൊണ്ട് സ്വാഭാവികമായും മുഖ്യമന്ത്രിയും പരിപാടിയിൽ പങ്കെടുക്കില്ല, മറ്റു മന്ത്രിമാരും പങ്കെടുക്കില്ല എന്നാണ് പറയുന്നത്. റിയാസിനെ ഒഴിവാക്കി BJP സംസ്ഥാന അധ്യക്ഷനെ പരിപാടിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ റിയാസിനെ ഒഴിവാക്കിയതിന് പിന്നിൽ എന്തായിരിക്കും കാരണം? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നു. അതിൽ കേന്ദ്ര ആവിഷ്കൃതമായ പദ്ധതികളുടെ എല്ലാം തന്നെ ഉദ്ഘാടനം നടക്കുന്നു. ഈ പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ ആര് വേണം ആര് വരണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, അല്ലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തരുന്ന ലിസ്റ്റ് അനുസരിച്ചാണ്. ഇവിടെ PWD വകുപ്പ് മന്ത്രിയായിട്ടുള്ള PM മുഹമ്മദ് റിയാസ് പറയുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഇത്തരത്തിൽ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അതായത് PWDയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ സംസ്ഥാന മന്ത്രിക്ക് ഔദ്യോഗികമായ ക്ഷണം ഉണ്ടാകാറുണ്ട്. ഇത്തവണ ക്ഷണം ഉണ്ടായില്ല. എന്തുകൊണ്ട്? അത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പലയിടത്തും ദേശീയപാത യാഥാർത്ഥ്യമായി, NH 66 യാഥാർത്ഥ്യമായി. എന്നിട്ട് രണ്ട് ഫോട്ടോ ആണ് ആരുടെയാ? ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ, രണ്ട് PM മുഹമ്മദ് റിയാസിന്റെ. സത്യത്തിൽ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ് ഈ NH 66 വേണ്ടിയിട്ട് പണം കൂടുതൽ മുടക്കുന്നത്. അതിൽ ഒരു നിശ്ചിത ശതമാനം മാത്രമേ സംസ്ഥാന സർക്കാർ മുടക്കുകയുള്ളൂ. 2014 മുതൽ ഇത്തരത്തിൽ NH 66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാത ഒരു 6 വരി പാതയാക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേരളത്തിൽ പലയിടത്തും ഓഫീസൊക്കെ തുറന്നു. പക്ഷേ UDF സർക്കാരിന്റെ നിസ്സഹകരണം മൂലമായിരിക്കാം എന്തോ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസുകൾ പെട്ടെന്ന് റീജിയണൽ ഓഫീസ് ഉൾപ്പെടെ പൂട്ടി. അത് വലിയ വിവാദമൊക്കെ ആയി മാറി. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഗണ്യമായിട്ടുള്ള രീതിയിൽ ഇടപെടുന്നു. അതായത് നമ്മുടെ നാട്ടിലുള്ള ഹൈവേയുടെ ഇരുവശത്തും താമസിക്കുന്ന ആളുകൾ, അവരിൽ നിന്ന് വളരെ പെട്ടെന്ന് സ്ഥലം അക്വയർ ചെയ്യുകയാണ്. ഈ സ്ഥലം ഏറ്റെടുത്തുള്ള പ്രശ്നം എന്താ അറിയോ? സ്ഥല ഉടമയ്ക്ക് പൈസ കിട്ടാൻ ഏറെ വൈകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് സ്ഥലം ഏറ്റെടുത്തിട്ട് അവർക്ക് പണം നൽകി. അതായത് ആ സ്ഥലത്തിന്റെ വില, അതുപോലെ തന്നെ ആ സ്ഥലത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ വില, ഇപ്പം പപ്പായ അല്ലെങ്കിൽ തെങ്ങ്, കവുങ്ങ്, ഓരോന്നിനും ഓരോ വില നിശ്ചയിച്ചിട്ട് അവർ സങ്കല്പിക്കുന്നതിന് അപ്പുറത്തേക്കുള്ളൊരു തുക നൽകി. ഈ തുക ഒരു മാസത്തിനുള്ള അവരുടെ അക്കൗണ്ടിലേക്ക് എത്തി. പല ആളുകൾക്കും കോടിക്കണക്കിന് രൂപയാണ് ഇതിലൂടെ കിട്ടിയത്. ഈ ദേശീയപാത അതോറിറ്റിയുടെ ഈ പദ്ധതിക്ക് ആരാ പണം നൽകിയത്? കേന്ദ്ര സർക്കാരാണ് നൽകിയത്. കേന്ദ്ര സർക്കാർ പണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ അവിടെ കരാർ ഏർപ്പെടുത്തി പണി ദ്രുതഗതിയിൽ നടക്കുന്നു. ആ സമയത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നമ്മുടെ പാതയോരങ്ങളിലെല്ലാം തന്നെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞു. PWD മിനിസ്റ്റർ PA മുഹമ്മദ് റിയാസിന്റെ പ്രയത്നം കണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രയത്നം കണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇത് കേന്ദ്രം നൽകുന്ന പദ്ധതിയാണ്. ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? കേന്ദ്രം തുടക്കം മുതൽ തന്നെ ദേശീയപാത 66ന്റെ വികസനത്തിന് പണം നൽകാൻ മടിച്ചു എന്നാണ്. അപ്പോൾ മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരുകൾ ഇത്തരത്തിലുള്ള പാത വികസനവുമായി ബന്ധപ്പെട്ട് പണം അടിക്കാനാണ് ശ്രമിക്കുന്നത്. പണം തട്ടിയെടുക്കാൻ കമ്മീഷൻ മേടിക്കാം. ഈ കേന്ദ്രം നടത്തുന്ന പദ്ധതിയിൽ കമ്മീഷൻ കിട്ടില്ല, ഇവർക്ക് അതുകൊണ്ടുള്ള ഗുണം കിട്ടില്ല. അപ്പോൾ ഇവർ പരമാവധി വൈകിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗതാഗത മന്ത്രിയായിട്ടുള്ള നമുക്കറിയാലോ കേന്ദ്രത്തിൽ നിതിൻ ഗഡ്കരി ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരും, ഈ റോഡിന്റെ ഉദ്ഘാടനം നടത്തും. അപ്പോഴൊക്കെ മുഖ്യമന്ത്രിക്കും അതുപോലെ മുഹമ്മദ് റിയാസിനും അർഹമായ സ്ഥാനം കൊടുക്കും. എന്നിട്ട് ഇവർ വലിയ ഫ്ലെക്സ് വെക്കുമ്പോഴോ പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോഴോ ഈ നിതിൻ ഗഡ്കരിയുടെ പടം ഒരു മൂലയ്ക്ക്, ബാക്കി പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും പടം. അപ്പൊ ഇവർ ഇതിനെടുത്ത് മുതലെടുക്കുകയാണ്. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ പദ്ധതികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ എന്നെ വിളിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രി കടന്ന് നിലവിളിക്കുക. എന്നിട്ട് മുഹമ്മദ് റിയാസ് പറയുന്നത് എന്താണ്? PWD മിനിസ്റ്ററെ ഒഴിവാക്കിയതിന് ശേഷമാണോ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വെക്കുന്നത്? ഒരു ദേശീയ പാർട്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനമന്ത്രി നാട്ടിലേക്ക് വരുമ്പോൾ ആ സംസ്ഥാനത്തെ ദേശീയ അധ്യക്ഷന് വേദിയിൽ ഇരിക്കാൻ വിളിക്കാറുണ്ട്. അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രതീതിയാണ്. അത് UDF സർക്കാർ വന്നാലും, അതുപോലെ തന്നെ ജനതാദളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നാലും, BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നാലും അത് ചെയ്യും. അല്ലാതെ മുഹമ്മദ് റിയാസിനെ വെട്ടിയോണ്ടല്ല. പണ്ട് ഓർമ്മയുണ്ടോ ഈ മെട്രോയുടെ ഉദ്ഘാടന സമയത്ത് കുമ്മനം രാജശേഖരൻ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. എന്തുകൊണ്ടാണ് കുമ്മനം പങ്കെടുത്തത്? കുമ്മനം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, അതുകൊണ്ട് പങ്കെടുത്താണ്. ഇവിടെയും അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ മുഹമ്മദ് റിയാസിന് അസ്വസ്ഥത എന്താണ്? അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കുറിച്ച് കൃത്യമായ അവബോധം ജനങ്ങളിൽ എത്തിക്കാൻ താഴെ തട്ടുള്ള പ്രവർത്തനം ഇവിടെ BJP ആരംഭിച്ചു. അതിന്റെ ഗുണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു. ഇവിടെയും ഇപ്പൊ ഈ പദ്ധതിയൊക്കെ തന്നെ കേന്ദ്രത്തിന്റെയാണ്. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി വരുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഈ മാധ്യമങ്ങൾ വാർത്ത വരുന്നു, ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുന്നു. അപ്പോൾ ഇവിടെ മുഹമ്മദ് റിയാസ് ഇല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല. ഇവരെന്ത്
എന്ത് മറുപടി അറിയും? പക്ഷെ ഇവരുണ്ടായിരുന്നുവെങ്കിൽ നാളെ പ്രചരണ മേഖലയിലൊക്കെ തന്നെ ഇതിന്റെ ഫ്ലക്സ് ബോർഡുകൾ, അതിന്റെ പത്രപരസ്യങ്ങൾ, ചാനൽ പരസ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇവിടെ ഗതാഗത മന്ത്രിയെ ഒഴിവാക്കിയെങ്കിൽ ഇത്രയും കാലം കേന്ദ്രത്തിന്റെ പദ്ധതിയെ മുതലെടുത്തുകൊണ്ട് അത് സംസ്ഥാന പദ്ധതിയാണെന്നും പേര് മാറ്റി അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള വിവരം ജനങ്ങൾ അറിഞ്ഞു. അപ്പൊ എല്ലാ കാലത്തും എല്ലാവരെയും ഒരുപോലെ പറ്റിക്കാൻ കഴിയില്ല. കുറച്ചു കാലത്തേക്ക് കുറച്ചു പേരെ പറ്റിക്കാൻ കഴിയും. ഈ പറ്റിയാണ് ഇവിടെ അവസാനിപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഔദ്യോഗികമായി ക്ഷണിക്കണമെന്ന് പോലും നിർബന്ധമില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്തിമ തീരുമാനം എടുക്കും. ഇവിടെ മുഹമ്മദ് റിയാസിനെ വിളിച്ചില്ല, അല്ലെങ്കിൽ എം പി രാജേഷിനെ വിളിച്ചില്ല എന്നൊക്കെ തരത്തിൽ ഇവർ കരയേണ്ട ആവശ്യമുണ്ടോ? അതൊരു നാണക്കേടല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ കല്യാണത്തിന് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കല്യാണം നമ്മളെ വിളിക്കില്ല, അപ്പൊ പക്ഷെ നമുക്ക് കല്യാണത്തിന് പോവുകയും വേണം. ചോദിക്കുകയും ചെയ്യും. നാട്ടുകാരോട് മൊത്തവും പറയും എന്നെ വിളിച്ചില്ല, പക്ഷെ കല്യാണത്തിന് പോവുകയും വേണം. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതാണ് റിയാസിന്റേതായിട്ട് എനിക്ക്. കാരണം തിരഞ്ഞെടുപ്പ് ഇപ്പൊ ഈ ആഴ്ച ഡേറ്റ് ഡിക്ലെയർ ചെയ്യുമായിരിക്കാം. തിരഞ്ഞെടുപ്പിൽ ഈ കാര്യങ്ങളൊക്കെ വച്ചുകൊണ്ട് വേണം നമ്മൾ എവിടെ നോക്കിയാലും KSRTC ബസ്സിൽ, സിനിമാ തിയേറ്ററിൽ പോയാൽ ഈ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും കാരണം നമുക്ക് ഇരിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം പരസ്യങ്ങളാണ് ബസ്സില്. എല്ലായിടത്തും ഫ്ലക്സ് ബോർഡുകൾ അടിച്ച് മുഖ്യമന്ത്രി, പിന്നെ മുഖ്യമന്ത്രിയുടെ മരുമകൻ, മറ്റു മന്ത്രിമാർ, ഇവരൊക്കെയാണ് പരസ്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഈ പരസ്യം കാണിച്ചിട്ട് ജനങ്ങളെ കയ്യിലെടുക്കണം. ഞങ്ങൾ വന്ന് 10 വർഷം കൊണ്ട് കേരളത്തെ ഇങ്ങനെയൊക്കെ, ഇവിടുത്തെ റോഡുകൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന റോഡുകൾ നമ്മൾ കാണുന്നില്ലേ? ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ വലിയ കുഴിയാകുന്നു, ടാറ് മൊത്തം ഒലിച്ചു പോകുന്നു. മഴയത്ത് വരെ ടാറ് ചെയ്യുന്ന അപൂർവ പ്രതിഭാസം കാണിക്കുന്ന ഒരു നാടായി കേരളം മാറി. അതൊക്കെ മറ്റു രാജ്യങ്ങൾ അതൊക്കെ അനുകരിക്കാൻ മാതൃകയാക്കിയൊക്കെ ചെയ്തു. കാരണം മഴയത്തും ടാറ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. അപ്പോ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ മുഹമ്മദ് റിയാസ് കരഞ്ഞ് നിലവിളിക്കുകയാണ് മാധ്യമങ്ങളോട്. എന്നെ പ്രധാനമന്ത്രി വിളിച്ചില്ല, പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെക്കാളും വലുതാണോ BJP സംസ്ഥാന അധ്യക്ഷൻ? അത് ഇദ്ദേഹത്തിന് അറിയില്ല എങ്കിൽ നമുക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു മന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇപ്പോ ഇന്ത്യ ഭരിച്ചത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, ഒരിക്കലും സംഭവിക്കില്ലെന്നാണ് തോന്നുന്നത്. എങ്കിലും CPM ആണ് ഭരിക്കുന്നത്, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ പിന്നെ ഏതെങ്കിലും അവരുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ ഒപ്പം ഉണ്ടാകേണ്ടത്, അല്ലാതെ മറ്റ് പാർട്ടിക്കാരുടെ സംസ്ഥാന സെക്രട്ടറിമാരോ അധ്യക്ഷന്മാരോ മന്ത്രിമാരോ അല്ലല്ലോ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനാണ് ഇപ്പോ മന്ത്രിയുടെ പ്രധാന വിഷയമെന്ന് തോന്നുന്നു. കാരണം 2-3 കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരം കുറച്ചുകൂടി ഡെവലപ്പായത്. അത് മാത്രമല്ല, ഈ ശിവൻകുട്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്നു. ഇപ്പം നരേന്ദ്രമോദി ഇന്ന് വരുമ്പോൾ പ്രകടന പത്രിക അവതരിപ്പിക്കുമെന്നും പറയുന്നുണ്ട്, BJPയുടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള. അപ്പം അതും രാജീവ് ചന്ദ്രശേഖരനെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ കേരളത്തിലെ ജനങ്ങൾ അത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഭയം ഒരുപക്ഷെ റിയാസിന് ഉണ്ടാകുമായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹം അസ്വസ്ഥനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചില്ലെങ്കിൽ വേണ്ടടേ, ജനങ്ങൾക്കറിയാമല്ലോ, ഞാൻ വരുന്നില്ല, നിങ്ങളെ വിളിച്ച് എനിക്ക് താല്പര്യമില്ല, എനിക്ക് സമയമില്ല. അതല്ല ഒരു മന്ത്രി പറയേണ്ടത്. എനിക്ക് വിളിച്ചാലും പോകാൻ എനിക്ക് സമയമില്ല, ഞാൻ വേറെ തിരക്കിലാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങൾക്കറിയാമല്ലോ. ഇതല്ലേ മാന്യമായ ഒരു രീതി. അല്ലാതെ മോദി 11 മണിക്ക് എത്തും, എന്നെ വിളിച്ചില്ല, BJP അധ്യക്ഷനെ വിളിച്ചപ്പോൾ 10,800 കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. ഇവർക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു മഞ്ഞ പെയിന്റ് ഒക്കെ അടിക്കണം. എനിക്കത് വിട്ടുപോയി സിജി. ആരോഗ്യ കേന്ദ്ര അന്ന് ഇവർ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി. അന്ന് ഇവർക്ക് പിന്നെ ഫണ്ട് വേണം, പിന്നീട് കേന്ദ്ര ഫണ്ട് കൊടുക്കാതിരുന്നു. അപ്പൊ പ്രാഥമിക ആരോഗ്യത്തിൽ സ്വാഭാവികമായിട്ട് മഞ്ഞ പെയിന്റ് അടിച്ചു. പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ ഇത് വന്നു. അപ്പൊ ഇവർക്ക് പണം കിട്ടാൻ എന്തും ചെയ്യും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നിതിൻ ഗഡ്കരി ഓരോ മുടങ്ങിപ്പോയ പദ്ധതി ഞങ്ങളാണ് യാഥാർത്ഥ്യമാക്കിയത്. യാഥാർത്ഥ്യം പണം വേണ്ടേ? എനിക്കൊരു വീട് വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ പോയി ഒരു വീടങ്ങ് പൊങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അതെന്റെ ആഗ്രഹമാണ്. അത് നടപ്പാക്കണമെങ്കിൽ പണം വേണം. ആ പണം തരുന്നത് ആരാണ്? ഒന്നുകിൽ ബാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളായിരിക്കും. അവരാണ് നമ്മുടെ വീടിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ആഗ്രഹം മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇവിടെ അത്തരത്തിൽ ദേശീയപാത ഇപ്പൊ കേന്ദ്ര സർക്കാർ ദേശീയപാത കൊണ്ട് ധൈര്യമായിട്ട് പോവാം. കുഴികളോ അല്ലെങ്കിൽ മഴവെള്ളം ചാടുമ്പോൾ കുഴിഞ്ഞു പോകുന്ന റോഡ് മൊത്തത്തിൽ ഇടിഞ്ഞു പോകുന്ന 2 സൈഡ് ഇളകുമെന്നുള്ള ഭയമൊന്നും വേണ്ട. അതിനിടയ്ക്ക് ഇങ്ങനെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് മന്ത്രിയുടെ എന്താ പറയുക മാന്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം അയ്യേ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് അത് പോകും. അല്ല, നമ്മുടെ നാട്ടിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് നടക്കേണ്ടതായിരുന്നു ഈ ദേശീയപാത വികസനം എന്ന് പറയുന്നത്. ഏതാണ്ട് UDF സർക്കാരിന്റെ കാലത്ത് അന്ന് എക്സ്പ്രസ് വേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അന്ന് ഈ LDF സർക്കാർ വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 പതിറ്റാണ്ടോളം വികസന കാര്യത്തിൽ പിന്നിലാണ്. ആ വികസന കാര്യത്തിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന NDA സർക്കാരാണ്. പക്ഷേ NDA സർക്കാർ ഫണ്ട് ചെലവഴിച്ച് അതിന്റെ നിശ്ചിത ശതമാനം സംസ്ഥാന സർക്കാരും ചെലവഴിക്കുന്നു. പക്ഷേ ഇത് കേരളത്തിന്റെ പദ്ധതി
പദ്ധതിയാണ് എന്ന രീതിയിൽ വളരെയധികം സ്ഥലങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ പടമൊക്കെ വെച്ച് അവതരിപ്പിക്കുന്നു, PM മുഹമ്മദ് റിയാസിന്റെ പടം വെച്ച് അവതരിപ്പിക്കുന്നു. അപ്പോൾ ദേശീയപാത മുഴുവൻ നിർമ്മിക്കുന്നത് PM മുഹമ്മദ് റിയാസും പിണറായി വിജയനുമാണെന്നുള്ള ഒരു ചിത്രം ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അതിനെ BJP കൃത്യമായിട്ട് വിമർശിച്ചു, അല്ലെങ്കിൽ അതിനെ കേന്ദ്രത്തെ അറിയിച്ചു. അതുകൊണ്ടാണ് കേന്ദ്ര പദ്ധതി ഉദ്ഘാടനം സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു, ഗതാഗത മന്ത്രിയെ അല്ലെങ്കിൽ ഈ പറയുന്ന PWD മിനിസ്റ്ററെ ക്ഷണിക്കേണ്ട കാര്യമില്ല എന്ന് അവർക്ക് തോന്നി. അതിന് കരഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രം നടക്കില്ല. മാത്രമല്ല ഈ PM മുഹമ്മദ് റിയാസിന്റെ ഒക്കെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടോ, ഭയങ്കര നിരാശ, എന്തോ നഷ്ടപ്പെട്ടു. ഞാനില്ല, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്, സർക്കാർ ജനങ്ങൾ കണ്ടുപിടിക്കും ഉള്ള ഒരു ആർജവം എന്താ കാണിക്കാത്ത പറ്റുന്നില്ല. അപ്പോ നരേന്ദ്രമോദി സർക്കാർ കൈയിട്ട് വരാനും കോൺഗ്രസ് പരിഹസിക്കുമ്പോൾ ഇവർക്ക് അറിയും. പിന്നെ മാത്രമല്ല ഇപ്പൊ ഈ ഇലക്ഷൻ ഈ ഒരു തവണ കൂടി അധികാരത്തിൽ കയറണം. അപ്പൊ ഇതൊക്കെ എടുത്ത് കയറണം. ഇതാണ് ഏറ്റവും വലിയ വികസനം. അപ്പൊ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചാൽ കാണുന്നത് എന്താ, ദേശീയപാത വികസനം വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു. അപ്പൊ ഈ പണിയെല്ലാം നടക്കുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാണ്. എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെയും റിയാസിന്റെയും ഫോട്ടോയും ഉണ്ട്. എവിടെയെങ്കിലും ഈ പറയുന്ന നിതിൻ ഗഡ്കരിയുടെയോ അല്ലെങ്കിൽ മോദിയുടെ പടം നമ്മൾ കണ്ടിട്ടുണ്ടോ? അവര് വെച്ചിട്ടില്ല. അല്ലെ കേരളത്തിലെ BJPക്ക് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് ഇടപെടുന്നു. സംസ്ഥാന സർക്കാരിന്റെ തലയ്ക്ക് നോക്കി ഒരു അടി കൊടുത്തു എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കിട്ടേണ്ടത് കൃത്യസമയത്ത് പിണറായി വിജയനും മരുമകനും കിട്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.